820 പാരഗ്രാഫിലാണ് ഈ പറയുന്നത്. അതായത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്, പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW222 ആണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ അതിൻ്റെ ക്രോണോളജി പറയാം. അതായത് ബാലേന്ദ്രകുമാർ 2021 ജനുവരി 25 വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അയാളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസും പഴയ കേസിലും തുടരന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് 15/11/2017, അതായത് ദിലീപ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദിലീപിനെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നത്. ദിലീപുമായി ചേർന്ന് പിക് പോക്കറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ വേണ്ടി 2016 മുതൽ ബാലേന്ദ്രകുമാർ ഡിസ്കഷനിലായിരുന്നു. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, ദിലീപിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ബാലേന്ദ്രകുമാർ നടത്തിയ ജഡ്ജിമാരെ ഇടപെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ, അയാളുടെ അവകാശവാദങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എത്ര പൊള്ളത്തരമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തുറന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അയാൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ നൽകിയ മൊഴിയിലാണ് ബാലേന്ദ്രകുമാർ ആദ്യം പറയുന്നത് ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ, കാവ്യ മാധവൻ്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിൻ്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11-ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയിൽ പറഞ്ഞ ദിലീപ് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന് ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷിയാണ് ഈ ദൃശ്യങ്ങളുമായി വരുന്നു, അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാരുടെ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ് ദിലീപ് അതിരുന്ന് കാണുന്നു. ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ സോറി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടു. അത് യഥാർത്ഥ കേസിൽ പറയുന്നത് പോലെ പൾസർ സുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ നടിയോട് സോറി പറഞ്ഞ് ഇത് മറ്റൊരാളുടെ കൊട്ടേഷനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഭാഗമാണ് ബാലേന്ദ്രകുമാർ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആ വീട്ടിൽ ഇതിട്ട് കണ്ടു എന്ന് പറയുന്ന ബാലേന്ദ്രകുമാർ അതിനൊപ്പമാണ് പറയുന്നത്, ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ.